ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. നമുക്ക് വിജിലൻസ് ഉണ്ട്, ദേവസ്വത്തിൻ്റെ വിജിലൻസ് ഉണ്ട്. ഇതെല്ലാത്തിനെയും കടന്നുകൊണ്ട് എങ്ങനെ ഈ അട്ടിമറി നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. പലപ്പോഴും ഈ ബോർഡ് ഭരിക്കുന്നവർ അർപ്പണബോധമില്ലാത്തവരും ഭരണാധികാരികളും അല്ലെങ്കിൽ സംഭവിക്കുന്ന ജീർണതയാണ് ഈ സ്ഥാപനത്തിന് കുറേ കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ കാലം അക്യുമുലേറ്റ് ചെയ്താണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേക്ക് വന്നത്. ഇത് ഒരു സുപ്രഭാതത്തിൽ വന്ന അവസ്ഥയൊന്നുമല്ല. വിശ്വാസമോ അന്ധവിശ്വാസമോ ആയിക്കോട്ടെ, ഞാൻ ഒരു കാര്യം സാധാരണക്കാർ ചോദിക്കുന്നുള്ളൂ. അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ പ്രശ്നമാകും. അങ്ങ് കുറേ കാലം അവിടെ ഇരുന്നാണല്ലോ. ഈ അതിൽ നിന്ന് ഇറങ്ങിയ പലരെയും അങ്ങ് കണ്ടിട്ടുണ്ട്, അവരുടെ ഭാവി ജീവിതത്തെയും കണ്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ദീനതകൾ വന്ന് ഭവിച്ചിട്ടുണ്ടല്ലോ. കാരണം എടുത്ത് പറയാം, എൻ്റെ അനുഭവത്തിൽ തന്നെ ഈ ജീവനക്കാരുടെ കാര്യങ്ങളാ ബോർഡ് പ്രസിഡന്റും അംഗങ്ങളായി വന്നിട്ടുള്ളവരുടെ ഒരു പഠനം നടത്തുക. ലിസ്റ്റ് എടുത്താൽ ഇവിടുത്തെ അവസാന ഉദ്യോഗമായിട്ടാണ് പോകുന്നത്. അവസാനത്തെ ഉദ്യോഗം അത് കഴിഞ്ഞ ഒരു പരിഗണനയും സമൂഹത്തിൽ ആർക്കും കിട്ടിയിട്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല? എന്തുകൊണ്ട് കിട്ടുന്നില്ല? പിന്നെ 60% ശബരിമല മേൽശാന്തിമാർ അതിദരിദ്രന്മാരെ തീരുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഇതെല്ലാം പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ 3 കോടി രൂപ ഡിക്ലെയർഡ് ഇൻകം ഉള്ള ആളുകളാണ്. കുറെ കാലം കഴിയുമ്പോൾ നമ്മളിങ്ങനെ നിസ്വന്മാരെ നടക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ അത് പരിശോധിക്കപ്പെടേണ്ട വിഷയം. അപ്പൊ അതൊക്കെ മനസ്സിലുള്ള ഒരു കുറ്റബോധം കാണും. ഭഗവാന്റെ വകയെടുത്ത് അനുഭവിച്ചതല്ലേ, അതവനെ ആജീവനാന്തം വേട്ടയാടിക്കൊണ്ടിരിക്കും.